തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥ മേഘ ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ച സംഭവത്തിൽ ആരോപണ വിധേയനായ സുഹൃത്ത് സുകാന്ത് ഒളിവിൽ. ഇമിഗ്രേഷൻ IB ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യലിന് ശേഷമാണ് സുകാന്ത് ഒളിവിൽ പോയത്. സംഭവത്തിൽ പോലീസ് വീഴ്ച ആരോപിച്ച് മേഘയുടെ കുടുംബം രംഗത്ത് വന്നു. പ്രതിയെന്ന് സംശയിക്കുന്ന ആളെ നിരീക്ഷണത്തിൽ വയ്ക്കാൻ പോലീസിനായില്ലെന്ന് മേഘയുടെ പിതാവ് മധുസൂദനൻ പറഞ്ഞു. സുകാന്ത് മകൾക്ക് വിവാഹ വാഗ്ദാനം നൽകിയിരുന്നുവെന്നും മധുസൂദനൻ പറഞ്ഞു. പ്രതിയെ എന്ന് പറയുന്ന നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന ആളുടെ നിരീക്ഷണത്തിൽ വെക്കാമായിരുന്നു. പോലീസ് അത് ചെയ്തിട്ടില്ല. ആളെവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. സാമ്പത്തികമായിട്ട് നല്ല ചൂഷണമാണ് നടന്നത്. അവർക്ക് ആഹാരം കഴിക്കാൻ പോലും പൈസ കൊടുക്കാത്ത ഒരു അവസ്ഥയിലേക്ക് അവളെ എത്തിച്ചിരുന്നു. മേഘ പറഞ്ഞ് കല്യാണം കഴിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. എനിക്ക് കുറച്ചുകൂടെ സമയം എന്താന്ന് പറഞ്ഞിട്ടാണ് അവൾ പറയുന്നത്. പ്രശ്നത്തിലേക്ക് അപ്പോൾ അവന് പതുക്കെ താല്പര്യം ഇല്ലാതെ അവളെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനുള്ള ഭീഷണിയോ അല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലും സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടാവും അവനോ അവൻ്റെ വീട്ടുകാരോ അല്ലെങ്കിൽ അവർ ഏർപ്പെടുത്തി ആരെങ്കിലും. അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ കാരണം. AV ജയശങ്കർ വിശദാംശങ്ങളുമായി. ജയശങ്കർ, ഇപ്പോൾ സുരേഷ് ഗോപി മേഘയുടെ വസതിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. മാതാപിതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ഇതിൽ മാതാപിതാക്കൾ ചില കാര്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പ്രതിയെ വിട്ടയച്ചു എന്ന തരത്തിലേക്ക് നേരത്തെ ചോദ്യം ചെയ്യുന്നു. പക്ഷെ വിട്ടയച്ചു എന്നുള്ളതിൽ വീഴ്ച വന്നിട്ടുണ്ട് പോലീസിന് എന്നുള്ളതാണോ കുടുംബത്തിന്റെ ആരോപണം? ഇതിൽ വലിയ ദുരൂഹതകൾ ബാക്കിയാണ്. ഇയാൾ ഒളിവിലാണ്, ഫോൺ സ്വിച്ച്ഡ് ഓഫുമാണ്. ഉൾപ്പെടെ വീഴ്ച സംഭവിച്ചു. ഈ പരാതി വന്ന് പിന്നാലെ തന്നെ കസ്റ്റഡിയിൽ എടുക്കേണ്ട സുകാന്തിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തില്ല. അത്തരം ഒരു പോലീസിന്റെ വീഴ്ചയാണ് ഇയാൾ ഒളിവിൽ ഉൾപ്പെടെ പോകാൻ ഒരു കാരണമായി എന്നാണ് പിതാവ് പറയുന്നത്. ഈ എമിഗ്രേഷൻ IBയും സമാനമായി കുടുംബത്തിന്റെ പരാതി വന്നതിന് പിന്നാലെ ഡ്യൂട്ടിയിലിരിക്കെ സുകാന്തിനെ കൊച്ചിയിൽ വെച്ച ചോദ്യം ചെയ്തിരുന്നു. മൊഴി രേഖപ്പെടുത്തിയ ശേഷം അവർ വിട്ടയക്കുക. അതിനുശേഷമാണ് സുകാന്തിന്റെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ സ്വിച്ച് ഓഫ് ആകുന്ന സാഹചര്യം ഉണ്ടായത്. പോലീസ് പിന്നാലെയാണ് ഇദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തത്. ആ ഘട്ടത്തിലാണ് ഇദ്ദേഹത്തെ ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ആദ്യഘട്ടത്തിൽ ഒരു വീഴ്ച ഇയാൾക്ക് രക്ഷപ്പെടാൻ വഴിയൊരുക്കിയെന്നാണ് കുടുംബത്തിന്റെ എന്തായാലും ആരോപണം. വലിയ തോതിൽ സുകാന്ത് മേഘയെ സാമ്പത്തികമായി ചൂഷണം ചെയ്തുവെന്ന കഴിഞ്ഞ ദിവസം ഉന്നയിച്ച ആരോപണം പിതാവ് വീണ്ടും ആവർത്തിക്കുകയാണ്. ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ ഉൾപ്പെടെ സ്വന്തം നിലയ്ക്ക് കുടുംബം അന്വേഷണം നടത്തിയാണ് കണ്ടെത്തിയത്. പോലീസ് അന്വേഷണത്തിൽ അത്തരം കാര്യങ്ങളൊന്നും കണ്ടെത്തില്ല. പോലീസ് കേവലം കോൾ ലിസ്റ്റുകളിൽ മാത്രം ഒതുങ്ങി. ആ ഘട്ടത്തിൽ തന്നെ കുടുംബം മേഘയുടെ ബാങ്ക് വിവരങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ പോലീസിന് അങ്ങോട്ട് കൈമാറുന്ന സാഹചര്യം. എന്നതായാലും പോലീസ് അന്വേഷണത്തിൽ ഒരു ചെറിയ വീഴ്ച എന്ന കാര്യം കുടുംബം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കൃത്യമായി പോലീസ് കുറച്ച് നേരത്തെ ഇടപെട്ടിരുന്നെങ്കിൽ സുകാന്തിന്റെ കസ്റ്റഡിയിൽ വാങ്ങി തങ്ങൾ ഉന്നയിക്കുന്ന ആരോപണവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ നടത്താമായിരുന്നു. കുറ്റക്കാരനാണെങ്കിൽ കസ്റ്റഡിയിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങാമായിരുന്നു. പക്ഷേ അത്തരം ഒരു നടപടി ഉണ്ടായില്ല. എന്തായാലും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സഹമന്ത്രി സുരേഷ് ഗോപി അല്പസമയം മുമ്പ് മേഘയുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ മാതാപിതാക്കളുമായി സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയൊരു പോലീസ് സന്നാഹത്തോടു കൂടിയൊക്കെ തന്നെയാണ് അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നത്. കുടുംബത്തെ ചേർത്തണയ്ക്കുക എന്നാണ് അദ്ദേഹം ഈ ഒരു വരവിനെ കുറിച്ച് പറഞ്ഞത്. എന്തായാലും കുടുംബത്തെ കണ്ടതിന് ശേഷം കേന്ദ്രമന്ത്രിയുടെ ഒരു പ്രതികരണം എന്തായാലും ഉണ്ടാകും. വിഷയമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയുടെ പ്രതികരണം ഉണ്ടാകും. കാരണം ഇമിഗ്രേഷൻ IB എന്ന് പറയുന്നത് കേന്ദ്രത്തിന്റെ കൂടി ഒരു വിഭാഗമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഇമിഗ്രേഷൻ IB ആദ്യഘട്ടത്തിൽ തന്നെ ഒരു അന്വേഷണം ആരംഭിക്കുകയും സുകാന്തിനെ ഉൾപ്പെടെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. പിന്നീട് ലോക്കൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളിലേക്ക് കിടന്നപ്പോഴാണ് സുകാന്ത് ഇത്തരത്തിൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി മുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സുകാന്തിന്റെ മലപ്പുറം എടപ്പാളിലെ വീട്ടിലും നിലവിൽ ആരുമില്ല. വീട് അടച്ചിട്ടിരിക്കുന്ന നിലയിലാണ്. 2 ദിവസം മുമ്പ് ഈ പേട്ട SHOയുടെ നേതൃത്വത്തിലുള്ള സംഘം എടപ്പാളിലെ വീട്ടിലെത്തി പരിശോധന നടത്തിയെങ്കിലും അവിടെ നിന്ന് സുകാന്തിന് ലഭിക്കുന്ന ഒരു സാഹചര്യമില്ല. എന്തായാലും നിലവിൽ വീട്ടിൽ ആരുമില്ല. സുകാന്ത് എവിടെയെന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. പോലീസ് ഏത് തരത്തിൽ ഇദ്ദേഹത്തെ കണ്ടെത്തുമെന്ന ചോദ്യം അവിടെ അവസാനിക്കുന്നു. പക്ഷെ അപ്പോഴും കുടുംബം തങ്ങളുടെ മകളുടെ മരണവുമായി ബന്ധപ്പെട്ട് സുകാന്തിനെതിരെ സാമ്പത്തിക ആരോപണം ഉൾപ്പെടെ ഇതാവുന്നു. വിവാഹത്തിന് ഉൾപ്പെടെ കുടുംബം തയ്യാറായിരുന്നു. ഈ സുകാന്തിന്റെ വീട്ടുകാർ വന്ന് സംസാരിച്ചാൽ വിവാഹം ഉൾപ്പെടെ നടത്താമെന്ന വാഗ്ദാനവും മകൾക്ക് നൽകിയിരുന്നു. പക്ഷെ അത്തരം ഒരു നീക്കങ്ങളിലേക്ക് പോയിട്ടില്ല. മകളെ വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചത് അത് തന്നെയാണ് മരണകാരണം എന്ന് പറയുന്നത്. കണ്ടെത്തേണ്ടത് തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടുള്ള കാര്യം. പോലീസ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഊർജിതമാക്കിയെന്നാണ് തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അന്വേഷിച്ചു ജയശങ്കർ, ഇതിൽ സാമ്പത്തികമായി ചൂഷണം നടന്നിട്ടുണ്ട് എന്ന് കുടുംബം പറയുകയാണ്. കാരണം സാലറി കിട്ടിയിരുന്നത് മുഴുവൻ ഇയാളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നു.
മരണസമയത്ത് 80 രൂപ മാത്രം അക്കൗണ്ടിൽ മേഘയുടേതായി ഉണ്ടായിരുന്നു എന്നതാണ് കുടുംബം പറഞ്ഞിട്ടുള്ളത്. പലപ്പോഴും ഭക്ഷണം കഴിക്കാൻ പോലും പൈസ ഇല്ലാതെ കുട്ടി കഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. അങ്ങനെ സാമ്പത്തിക ചൂഷണം നടന്നിട്ടുണ്ട്, വിവാഹ വാഗ്ദാനം നൽകി അതിൽ നിന്ന് പിന്മാറി തുടങ്ങിയ ഗുരുതരമായ കാര്യങ്ങളാണോ കുടുംബം ആരോപിക്കുന്നത്? ഏറ്റവും ഒടുവിലായി ഇയാളുടെ ഫോണിലേക്ക് കോൾ വന്നിട്ടുണ്ട്, ഇയാളുമായി സംസാരിച്ചിട്ടുണ്ട് എന്നതുകൂടി പോലീസ് കണ്ടെത്തിയിട്ടില്ലേ? അതായത് അനുജ, ആദ്യ ദിവസം തന്നെ ഈ കോൾ ലിസ്റ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ സംസാരിക്കാൻ ശ്രമിച്ചത് സുഗാന്തുമായി തന്നെയെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അത് സെക്കൻഡുകൾ മാത്രം നിലനിന്ന കോളുകളായിരുന്നു. പോലീസിന്റെ അന്വേഷണം ആദ്യഘട്ടത്തിൽ ഈ കോൾ ലിസ്റ്റുകളെ കേന്ദ്രീകരിച്ച് മാത്രമായിരുന്നു. ഇതിനപ്പുറത്തേക്ക് ഇന്നലെ കുടുംബമാണ് ഇത്തരത്തിൽ ബാങ്ക് ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും കണ്ടെത്തിയത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മരണസമയത്ത് മേഘയുടെ അക്കൗണ്ടിൽ 80 രൂപ മാത്രമാണ് ഉണ്ടായത്. മാസം ശരാശരി 40 മുതൽ 45,000 രൂപ വരെയൊക്കെ സാലറി വാങ്ങിക്കുന്ന ഒരു കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥയാണ്. അവരുടെ അക്കൗണ്ടിൽ എങ്ങനെ, ജൂനിയർ ഉദ്യോഗസ്ഥയാണ് പോലും അവരുടെ അക്കൗണ്ടിൽ എങ്ങനെ ഇത്തരത്തിൽ വലിയൊരു പണത്തിന്റെ കുറവ് വരുന്നു എന്ന കുടുംബത്തിന്റെ ഒരു അന്വേഷണമാണ് ഇത്തരത്തിൽ ട്രാൻസാക്ഷനിലേക്കും മറ്റും പോയത്. ഇവർ നിരന്തരം തിരുവനന്തപുരത്തേക്കും കൊച്ചിയിലേക്കും മേഘയും ഈ പുരുഷ സുഹൃത്തും യാത്ര നടത്തിയിരുന്നു. ഇതിന്റെ എല്ലാം തന്നെ ചിലവ് മേഘയാണ് വഹിച്ചിരുന്നത്. ഭക്ഷണത്തിന്റെ പണം പോലും മേഘ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. എല്ലാം കുടുംബത്തിന്റെ ആരോപണമാണ്. ഇനി ഈ സുഗാന്തിന് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് പറയാനുണ്ട്, അദ്ദേഹത്തിന്റെ വേർഷൻ എന്താണെന്ന് അറിയണമെങ്കിൽ ഒന്നും അദ്ദേഹത്തെ കണ്ടെത്തണം, അല്ലെങ്കിൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട മറുപടികൾ പറയണം. പക്ഷേ സുഗാന്ത് ഇപ്പോൾ ഒളിവിലാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച വിവരങ്ങളൊന്നും തന്നെ പോലീസ് ലഭിക്കുന്നില്ല. പോലീസ് പറയുന്നത് ഈ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. മലപ്പുറം പോലീസിന് ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറിക്കൊണ്ട് ഇതിനു മുൻപ് ഒരു ഘട്ടത്തിൽ പോലീസ് ഇയാളുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നല്ലോ ജയശങ്കർ. ആ സമയത്ത് ഇയാൾ എന്താണ് പോലീസിനോട് പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? നടപടികളിലേക്ക് കടന്നിട്ടില്ല. പോലീസ് നോട്ടീസ് അയക്കാൻ വേണ്ടി തയ്യാറായി. ഇയാളെ ഫോണിൽ ബന്ധപ്പെട്ട ഘട്ടത്തിലാണ് ഇയാളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആവുന്ന സാഹചര്യം ഉണ്ടായത്. എമിഗ്രേഷൻ IB ആണ് ഇദ്ദേഹത്തെ ഡ്യൂട്ടിയിലിരിക്കെ ചോദ്യം ചെയ്ത് ഈ കുടുംബത്തിന്റെ ആരോപണം വന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ എമിഗ്രേഷൻ IB ചോദ്യം ചെയ്ത ശേഷം വിട്ടയക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. അതിനുശേഷമാണ് കുടുംബം ഇത്തരത്തിൽ ഗുരുതര ആരോപണങ്ങളുമൊക്കെയായി രംഗത്ത് വരുന്നത്. ആ ഒരു ഘട്ടത്തിൽ നിലവിൽ ഈ കുടുംബവുമായി ഈ IB കൃത്യമായി കമ്മ്യൂണിക്കേഷൻ വെക്കുന്നുണ്ട്. അവരുടെ അന്വേഷണത്തിന്റെ ഓരോ ഘട്ടങ്ങളും കൃത്യമായി കുടുംബത്തെ കൂടി വിളിച്ചറിയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ കുടുംബത്തിന് കൃത്യമായി ലഭിച്ച വിവരം തന്നെയാണ് ഈ IB സുഗാന്തിനെ ചോദ്യം ചെയ്തിരുന്നു. ആ ചോദ്യം ചെയ്യലിൽ എന്ത് മറുപടി അദ്ദേഹം പറഞ്ഞു എന്ന കാര്യത്തെക്കുറിച്ച് നിലവിൽ വ്യക്തതയില്ല. അത് IBയുടെ അന്വേഷണ പരിധിയിൽ കൂടി വരുന്ന ഔദ്യോഗിക രഹസ്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങൾ സംബന്ധിച്ച് ഇതുവരെ അവർ ഒരു കുടുംബത്തെ കാര്യങ്ങൾ അറിയിച്ചില്ല. പക്ഷേ IBയുടെ ഭാഗത്ത് കൃത്യമായി ഇത് ആദ്യഘട്ടം കുടുംബം പരാതി ഉന്നയിച്ച ഘട്ടത്തിൽ തന്നെ ഒരു നടപടി ഉണ്ടായി. അവർ കൃത്യമായി സുഗാന്തിന്റെ ആരോപണ വിധേയനായ സുഗാന്തിനെ കൃത്യമായി ചോദ്യം ചെയ്ത സാഹചര്യം ഉണ്ടായി. ചോദ്യം ചെയ്ത് വിട്ടയക്കുകയും ചെയ്തു. 2 ദിവസം മുമ്പാണ് ഇത്തരത്തിലൊരു ചോദ്യം ചെയ്യൽ ഉണ്ടായതെന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ആ ചോദ്യം ചെയ്യലിന് ശേഷമാണ് സുഗാന്തിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയും അദ്ദേഹത്തെ കാണാതാവുകയും ചെയ്യുന്നത്. പിന്നാലെയാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾക്ക് സുഗാന്തിന് നോട്ടീസ് നൽകുന്നതുമായി ബന്ധപ്പെട്ടപ്പോഴാണ് അദ്ദേഹത്തിന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയി. ഇതുവരെ അദ്ദേഹത്തെ കണ്ടെത്താൻ പോലീസ് എന്തായാലും ആയിട്ടില്ല. പക്ഷേ ഊർജിതമായ ഒരു അന്വേഷണം നടക്കുന്നുവെന്ന് പോലീസ് പറയുന്നു. സർവത്ര ദുരൂഹതയാണ്. പിതാവ് ആദ്യഘട്ടം മുതൽ തന്നെ ഈ മരണം ഉണ്ടായി പിറ്റേ ദിവസം തന്നെ പത്തനംതിട്ടയിൽ നമ്മോടൊക്കെ സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ചിത IB ഉദ്യോഗസ്ഥ മേഘയുടെ മരണത്തിലാണ് ദുരൂഹതയേറുന്നത്. ഇതിൽ പ്രതി എന്ന് സംശയിക്കുന്ന സുഗാന്ത്, അയാളെ പിടികൂടുന്നതിലൊക്കെ പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കുടുംബത്തിന്റെ ഗുരുതരമായ ആരോപണം.